ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് നെയ്ച്ചോറിൻ്റെ കൂടെയും ബിരിയാണിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു വെജിറ്റബിൾ കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഒന്ന് ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്യണേ. ഇനി അത് വേഗം എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. ഒരു കടായി വെച്ചിട്ടുണ്ട്, കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പട്ട, ഗ്രാമ്പൂ, ഏലക്ക, 1/2 ടേബിൾ സ്പൂൺ വലിയ ജീരകം, 1/4 ടേബിൾ സ്പൂൺ ചെറിയ ജീരകം, സവാള, വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്, ഒരു വലിയൊരു തക്കാളി കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി ഇട്ട് കൊടുക്കും. ഇതിലോട്ട് ലേശം വെള്ളം ഒഴിച്ച് കൊടുക്കാം. അതിലോട്ട് പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഈ കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം. അതിലോട്ട് ഒരുപാട് കഷ്ണങ്ങളൊക്കെ ഒരുപാട് വലുതും ആക്കിയിട്ടില്ല, ഒരുപാട് ചെറുതും ആക്കിയിട്ടില്ല, ഒരു മീഡിയം സൈസ് ആക്കിയിട്ടുള്ളേ. കോളിഫ്ലവർ ഇട്ട് കൊടുക്കാം. ഇതൊന്നും വേവണം, മൂടി വെച്ച് കൊടുക്കാം. അതിലോട്ട് 2-3 പച്ചമുളക് ഇട്ട് കൊടുക്കാം. ലേശം മല്ലിയില ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇതെങ്ങനെ ആയി കിട്ടിയിട്ടുണ്ട്. ഒന്ന് വെള്ളമൊക്കെ ഒന്ന് വറ്റാനുണ്ട്. കഷ്ണമൊക്കെ ഏകദേശം വേവാറായിട്ടുണ്ട്. നമ്മുടെ കറി സെറ്റായി വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെജിറ്റബിൾ കറി റെഡി ആയിട്ടുണ്ട്. ഒരു കുക്കർ അടുപ്പത്ത് വെച്ചു. 1 ടേബിൾ സ്പൂൺ നെയ്യ്, 2 ടേബിൾ സ്പൂൺ ഓയിൽ, പട്ട, ഗ്രാമ്പൂ, ഏലക്ക, ഒരു സവാള കട്ട് ചെയ്തത്. സവാളേനെ നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ലേശം പച്ചമുളക്, മല്ലിയില, പച്ചരി റേഷൻ അരിയാണ്. 1 കപ്പ് ഞാൻ അരിവെള്ളത്തിൽ നന്നായി വൃത്തിയായി കഴുകിയിട്ട് ഒരു അരമണിക്കൂർ ഞാൻ കുതിരാൻ വെച്ചായിരുന്നു. ഇതിന് 1 ഗ്ലാസ് അരിയാണ് ഇട്ടിട്ടുണ്ടായിരുന്നു. 2 ഗ്ലാസ് വെള്ളം വേണം. പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം. അതിനോട്ട് പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഈസി ആയിട്ട് പച്ചരി കൊണ്ട് വിത്തിൻ സെക്കൻഡ് കൊണ്ട് ഒരു റൈസ് ഉണ്ടാക്കുക. എങ്ങനെ ഉണ്ടാക്കാമെന്നാണ്. മാത്രമല്ല കറിയുടെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി റൈസായിരിക്കും. നമ്മുടെ വെള്ളം തിളച്ചിട്ടുണ്ട്. ഇതിലോട്ട് റൈസ് ഇട്ട് കൊടുക്കാം. നമ്മുടെ തിളച്ചിട്ടുണ്ട്. ഇതിന് ഒരു 2 വിസിലിട്ട് കൊടുത്താൽ മതിയാവും. ഒരു ചെറുനാരങ്ങ നീരൊഴിച്ച് കൊടുക്കാം. റൈസ് ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. മൂടിയിട്ട് വെയിറ്റ് കൊടുക്കാം. നമ്മുടെ വിസിലൊക്കെ പോയിട്ടുണ്ട്. ഇത് തുറക്കാം. നമ്മുടെ റൈസൊക്കെ നല്ല വെന്ത് സെറ്റായി വന്നിട്ടുണ്ട്.
നല്ല നമ്മുടെ ടേസ്റ്റ് ആയിട്ടുള്ള റൈസ് റെഡി ആയിട്ടുണ്ട്. ഇതായപ്പോൾ ഒട്ടണമൊന്നുമില്ല കേട്ടോ, വേറെ വേറെ ഇങ്ങനെ ഇട്ട് കിട്ടുന്നുണ്ട്.